ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ദ്രജാലം എന്ന സിനിമയെക്കുറിച്ചാണ്. 1990 സെപ്റ്റംബർ 3-ാം തീയതി ആണ് നമുക്ക് ഈ പടം റിലീസ് ചെയ്തത്. എ ഓട്ടോ, ഹിസൈൻ അസബ്ദുള്ള എന്ന ഈ രണ്ട് സൂപ്പർ ഹിറ്റ് ഫിലിമുകൾക്ക് ശേഷം ലാലേട്ടൻ നമുക്ക് സമ്മാനിച്ച അടുത്തൊരു അടിപൊളി ഹിറ്റ് പടമാണ് ഇന്ദ്രജാലം. ഇതിനെപ്പറ്റി പറയുക എന്ന് വെച്ചാൽ എനിക്ക് മറക്കാനൊരു അനുഭവം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയി കണ്ട ഫസ്റ്റ് പടം ഇന്ദ്രജാലമാണ്. അതിനുശേഷം പലപ്പോഴും എനിക്ക് കാണാൻ പറ്റുമെങ്കിലും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ്. തിയേറ്ററിൽ ഫസ്റ്റ് പോയി കണ്ട ഒരു അടിപൊളി ആക്ഷൻ ഫിലിം. നമ്മുടെ അന്തരിച്ച തമ്പി കണ്ണന്താനം സാറും ഡെന്നിസ് ജോസഫ് സാറുമാണ് ഇതിൻ്റെ കാരണം ചെയ്തിരിക്കുന്നത്. തമ്പി കണ്ണന്താനം സാറ് സംവിധാനവും ഡെന്നിസ് ജോസഫ് സാറിൻ്റെ തിരക്കഥയും. SP വെങ്കടേഷ് സാറാണ് സംഗീതം. നമ്മുടെ SP ബാലസുബ്രഹ്മണ്യം സാറ്, ചിത്ര ചേച്ചി, MG ശ്രീകുമാർ സാറാണ് ഇതിൻ്റെ പാട്ടുകൾ ആലപിച്ചിരിക്കുന്നത്. മോഹൻലാൽ, പിന്നെ ജോസ് പ്രകാശ്, രാജമ്പി ദേവ്, വിജയരാഘവൻ ചേട്ടൻ, അങ്ങനെ ഒരു പട്ടയ്ക്ക് മലയാളത്തിലെല്ലാം സിനിമാ താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ഒരു വ്യത്യസ്തമായ പ്ലോട്ടാണ്. അച്ഛനമ്മ ചെറുപ്പം നഷ്ടപ്പെട്ട ഒരു യുവാവ് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ കുടുംബത്തോടൊപ്പമാണ് ബോംബെയിൽ താമസിക്കുന്നത്. അവിടെ ചെറിയ ചെറിയ ചില സ്മഗ്ലിംഗ് പരിപാടിയും സിനിമയിൽ ഈ ജൂനിയർ ഇതൊക്കെ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അറിയുകയാണ് തൻ്റെ അച്ഛനെ കൊന്നത് ഇങ്ങനെ ആളാണ്, പിന്നെ അയാൾ റിവെഞ്ച് ചെയ്യാൻ പോകുന്നു. പക്ഷേ അയാളാണോ യഥാർത്ഥത്തിൽ കൊന്നത്? അതാണ് ഇതിൻ്റെ കഥ ത്രെഡ്. അപ്പോൾ കണ്ടു നോക്കാം, നല്ല പടമാണ്. വീണ്ടും ഞാൻ പറയുന്നു, പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ വ്യത്യസ്തമായ മൂവീസാണ്. ഒരു ബോളിവുഡ് സിനിമ കാണുന്ന ഫീലിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പോൾ കാണുക, അഭിപ്രായം പറയുക. അതുപോലെ ഇന്നലെ ഞാൻ ഭാര്യ എന്ന സിനിമയെ പറ്റിയൊരു റിവ്യൂ ഇട്ടിട്ടായിരുന്നു, പക്ഷേ നിങ്ങളധികം ശ്രദ്ധിച്ചില്ല. ഒന്ന് കാണാൻ നോക്കുക പറ്റുമെങ്കിൽ. പിന്നെ എൻ്റെ ചാനൽ സാധാരണക്കാരൻ ചങ്ങായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോസ്റ്റ് ഞാൻ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്.